പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് സംസ്ഥാനത്ത് നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം ജിദ്ദയിലെത്തി. ഇന്ന് പുലർച്ചെയാണ് 166 പേരടങ്ങുന്ന സംഘം പുണ്യഭൂമിയിലെത്തിയത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഇത്തവണ 17,883 പേരാണ് ഹജ്ജ് യാത്രയ്ക്കൊരുങ്ങുന്നത്. കരിപ്പൂരിൽ നിന്നും ഇന്ന് പുലർച്ചെ 12:05 ആദ്യ വിമാനം പുറപ്പെട്ടത്. 80 പുരുഷന്മാരും 86 സ്ത്രീകളും ഉൾപ്പെടെ 166 പേരാണ് ആദ്യ സംഘത്തിൽ. ആദ്യ യാത്രാ സംഘത്തെ മലപ്പുറം ജില്ലാ കലക്ടർ VR വിനോദാണ് ഫ്ളാഗ് ഓഫ് ചെയ്ത് യാത്രയാക്കിയത്. എയർപോർട്ടിൽ സജ്ജമാക്കിയ ഹജ്ജ് ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ നിർവഹിച്ചു. കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വനിതകൾ ഇത്തവണ ഹജ്ജിന് പോകുന്ന നമ്മുടെ സഹോദരിമാർ. അവർക്ക് ഇവിടെയും അതേപോലെ തന്നെ മക്കതയെന്ന അവിടെയും ആവശ്യമായുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വളണ്ടിയർമാർ നിങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ട്. അവരും നല്ല രീതിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരിശീലനം സിദ്ധിച്ച ആളുകളാണ്. തീർത്ഥാടകരെ ഹൃദ്യമായി സ്വീകരിക്കുന്നതിനും യാത്രയാക്കുന്നതിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഹജ്ജ് ക്യാമ്പിൽ ഒരുക്കിയിട്ടുള്ളത്. പുണ്യഭൂമിയിലെത്തി ഹജ്ജ് കർമ്മമെന്ന ജീവിതാഭിലാഷം സാക്ഷാത്കരിക്കാൻ പോകുന്നതിന്റെ ആത്മനിർവൃതിയിലായിരുന്നു കരിപ്പൂരിലെത്തിയ ഓരോ തീർത്ഥാടകരും. ഏറെ ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഞങ്ങൾ മക്കയിലെത്തുന്നതോടുകൂടി പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി പോകുന്നത്. വളരെയേറെ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുണ്ട്. ഈ അവസരം വളരെ സന്തോഷകരമായ ഒരു അവസരമാണ്, ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും മനോഹരമായ സന്ദർഭമാണ്. സംസ്ഥാനത്ത് നിന്നും ഹജ്ജ് കമ്മിറ്റി മുഖേന ഏറ്റവും കൂടുതൽ തീർത്ഥാടകർക്ക് ഹജ്ജ് യാത്രയ്ക്ക് അവസരം ലഭിച്ചതും ഇത്തവണയാണ്. കൈരളി ന്യൂസ്, മലപ്പുറം.